എന്നാ ഞാൻ പോയിക്കോട്ടെ. മാലതിയുടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ? പേടിക്കണ്ട, അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാം. അതേന്നെ, കുട്ടി സാഹിബിന്റെ സംശയം ശരി തന്നെയാ. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓനെ കാണാൻ തന്നെ പോവാ. ഇന്നലെ വരെ പൊട്ടു തൊടാതെ വെള്ള സാരി ഉടുത്തോണ്ട് നടന്ന പെണ്ണ് ഉടുത്തൊരുങ്ങി മണവാട്ടിയെ പോലല്ലേ ബസ്സിൽ വന്ന് കയറിയത്. ഓക്കേ എന്താ അർജന്റായി വിളിപ്പിച്ചേ? തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോ എന്താടോ കോപ്പേ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ ഭാര്യ പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്. ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുവോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലയെ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച പോലെ കപ്പടാമീശയും വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവമരണ പോരാട്ടം നടത്തിയിട്ടാണ് നമ്മൾ ഈ അബുവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാ സാഹിബും മകനും നമ്മുടെ അന്തകരായിരിക്കും. അത് ഓർത്തോ? നമുക്ക് സപ്പറ വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ, കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം.